5 ലക്ഷത്തിന്റെ പണപ്പെട്ടിയും എടുത്ത സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണൻ ബിഗ് ബോസ് ഷോയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ്. പണപ്പെട്ടി ടാസ്ക് ആരംഭിച്ചപ്പോൾ ബിഗ് ബോസ് പോലും കരുതി കാണില്ല ഇത്ര വേഗത്തിൽ ഒരാൾ പെട്ടിയും എടുത്ത് ടാസ്ക് അവസാനിപ്പിക്കുമെന്ന്. ഈ സീസണിൽ ഹൗസിലേക്ക് കയറിയ 6 വൈൽഡ് കാർഡുകളിൽ ഒന്നായിരുന്നു സായി കൃഷ്ണയും. സായി വന്നപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം പണപ്പെട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടാസ്ക് ആരംഭിച്ചപ്പോൾ സായി പെട്ടിയെടുക്കാനുള്ള സാധ്യത ബിഗ് ബോസ് പ്രേക്ഷകർക്കും തോന്നിയിരുന്നു. കുറച്ചുകൂടി വലിയ സംഖ്യകൾ ബിഗ് ബോസ് വെക്കുമോ എന്ന് നോക്കിയ ശേഷം തീരുമാനത്തിൽ എത്താമെന്നുള്ളതായിരുന്നു മറ്റുള്ള മത്സരാർത്ഥികളുടെ നിലപാടുകൾ. അതിനിടയിലാണ് സായി പെട്ടിയും എടുത്തുകൊണ്ടങ്ങ് പോയത്. സായിയുടെ തീരുമാനം ഹൗസിലെ എല്ലാവർക്കും വലിയ ഷോക്ക് തന്നെയായിരുന്നു. സിജു, അഭിഷേക് അടക്കമുള്ള പലരും സായിയെ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സായിയുടെ തീരുമാനം ഉചിതമായ ഒന്നായിരുന്നു എന്നാണ് ഭാര്യ സ്നേഹ ഇപ്പോൾ തുറന്നു പറയുന്നത്. സ്നേഹയുടെ വാക്കുകൾ ഇങ്ങനെ: താൻ പണപ്പെട്ടി എടുത്തത് നല്ല തീരുമാനമായി തനിക്ക് തോന്നി. ടോപ്പ് 5-ൽ താൻ വരില്ലെന്ന തോന്നൽ കാരണമാകാം സായി പണപ്പെട്ടി എടുത്തത്. പണത്തിന് വേണ്ടി അല്ല സായി പെട്ടിയെടുത്തത്. 5 ലക്ഷം കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചിട്ടുമല്ല സായി അതെടുത്തത്. പെട്ടി എടുത്ത ശേഷം സായി നടത്തിയ ഒരു സ്പീച്ച് ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. സായി പണപ്പെട്ടി എടുത്തതിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. പണപ്പെട്ടി എന്ത് ചെയ്യണമെന്നുള്ളത് സായിയുടെ തീരുമാനം തന്നെയാണ്. ഞാൻ അതിൽ ഇടങ്കോലിടാൻ പോകുന്നുമില്ല. അഭിഷേക് ഋഷിയെ പണപ്പെട്ടിയുടെ വിഷയത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നെ സായിയുടെ ബിഗ് ബോസ് ജീവിതം കഴിഞ്ഞല്ലോ എന്നൊരു സങ്കടം തനിക്കുണ്ട്. സായി നല്ലൊരു മനുഷ്യനായെന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. അതുപോലെ ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് സായി ആയിരുന്നുവെന്ന് പലരും പറയുന്നതും ഞാൻ കണ്ടിരുന്നു. ഈ സീസൺ കുളമാക്കിയത് സായി ആണെന്നും കമന്റുകൾ വന്നു. ടിക്കറ്റ് ഫിനാലയിലെ ഗെയിം നിങ്ങൾ കണ്ടതല്ലേ? പിന്നെ വിട്ടുകൊടുക്കുന്നതും ഒരു ഗെയിം തന്നെയല്ലേ? എല്ലാ സീസണുകളിലും വിട്ടുകൊടുത്ത ഗെയിം കളിക്കാറില്ലേ ആളുകൾ? സായിയെ വെള്ളപൂശാനൊന്നും പറഞ്ഞതല്ല കേട്ടോ. സായി ടോപ്പ് 5-ൽ വരണമെന്നും കപ്പടിക്കണമെന്നും എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് കരുതി സായിയുടെ തീരുമാനത്തോട് തനിക്ക് എതിർപ്പില്ല. സായി ഒരാൾ വിചാരിച്ചാൽ ഗെയിമുകൾ കുളമാകില്ല. മറ്റുള്ളവർ വന്ന ആ ലൂപ്പിൽ പെട്ടതിന് സായി എന്ത് ചെയ്യണം? പിന്നെ സായിയുടെ ഉള്ളിലെ മനുഷ്യത്വം അറിയാവുന്ന ആളുകൂടിയാണ് താൻ. ബിഗ് ബോസ് അല്ല ജീവിതത്തിന്റെ അവസാനം. ഇതിനപ്പുറവും ഒരു ലൈഫ് സായിക്കുണ്ട്. സായി നന്മമരം കളിക്കുന്നു എന്നൊക്കെ പറയുന്നതും അവരുടെ കാഴ്ചപ്പാടുകളാണ്. പിന്നെ അടുത്ത ആഴ്ച വീണ്ടും ഹൗസിലേക്ക് സായിക്ക് റീ എൻട്രി ഉണ്ടാകുമല്ലോ. വയ്യാതെയും നന്നായി തന്നെയാണ് സായി ഗെയിം കളിച്ചത് എന്നാണ് സായിയുടെ ഭാര്യ സ്നേഹ ഇപ്പോൾ തുറന്നു പറയുന്നത്.